നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ജെഡിയുവിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് രാജിക്കത്ത് കൈമാറിയത്. രാജിക്കത്ത് സ്വീകരിച്ചു ഗവർണർ. കാവൽ മുഖ്യമന്ത്രിയായി തുടരാനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ബീഹാറിൽ രാഷ്ട്രീയ നാടകങ്ങൾക്ക് തുടക്കമായത്. ഇപ്പോൾ ബൽറാം നെടുങ്ങാടി പുതിയ വിവരങ്ങളുമായി ചേരുന്നു പാറ്റ്നയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് നിതീഷിന്റെ തുടർ നീക്കങ്ങൾ? വേണു, നിതീഷ് കുമാർ അടുത്ത നീക്കം എന്നുള്ളത് താനുമായി ഏറ്റവും അടുപ്പമുള്ള ചില നേതാക്കളെ മാത്രമാണ് അദ്ദേഹം തന്റെ വസതിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നിർണായക യോഗം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ മന്ത്രി സ്ഥാനങ്ങൾ, ഒപ്പം തന്നെ ലോക്സഭാ സീറ്റുകൾ എന്നിവ സംബന്ധിച്ചുള്ള ഒരു ധാരണ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിതീഷ് കുമാറിന്റെ ഒരു തീരുമാനം എന്നുള്ളത്. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു പ്രധാന ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നിതീഷ് കുമാർ ഇത്തരത്തിൽ NDA പക്ഷത്തേക്ക് വീണ്ടും മടങ്ങിയെത്താനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അത് തങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിലേക്ക് പരമാവധി സീറ്റുകൾ, പരമാവധി സമ്മർദ്ദം BJPക്ക് മുകളിൽ ഉയർത്തിക്കൊണ്ട് സീറ്റുകൾ പരമാവധി നേടുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നുള്ളത്. അതിന് മന്ത്രി സ്ഥാനങ്ങളിലോ സ്പീക്കർ പദവി അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ നിതീഷ് കുമാർ NDAയിലേക്ക് തിരിച്ചെത്താൻ ചർച്ചകൾ നടത്തിയ ഘട്ടത്തിൽ BJP ദേശീയ നേതൃത്വം അദ്ദേഹത്തിന് മുന്നിൽ വെച്ച ഒരു ഉപാധി എന്നുള്ളത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് NDA കൺവീനർ സ്ഥാനം അദ്ദേഹത്തിന് നൽകാം, അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു ഉപാധിയായിരുന്നു അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരുന്നത്. അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇതാണ് ഈ കഴിഞ്ഞ 4 ദിവസത്തോളം ഏതാണ്ട് ഈ നാടകങ്ങൾ നീണ്ടുപോകാനുള്ള ഒരു കാരണമായതായി JDU വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ മുഖ്യമന്ത്രി പദം തനിക്ക് തന്നെ വേണമെന്ന നിതീഷ് കുമാറിന്റെ ഉറച്ച നിലപാടിന് ഒടുവിൽ BJP ദേശീയ നേതൃത്വം വഴങ്ങുകയായിരുന്നു. നിതീഷിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുന്നതിൽ BJP ബീഹാർ ഘടകത്തിലെ ഒപ്പം തന്നെ മറ്റ് സഖ്യകക്ഷികൾ ജതൻ റാം മഞ്ചി കൂടാതെ പസ്വാൻ എന്നിവർക്ക് താല്പര്യം ഇല്ലായിരുന്നു. ചിരാഗ് പസ്വാൻ നിതീഷ് മടങ്ങിയെത്തുന്നതിനോട് തനിക്ക് പ്രശ്നമില്ലെങ്കിലും മുഖ്യമന്ത്രിയാകുന്നതിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കേണ്ടതുണ്ട് എന്നുമാണ് BJP ദേശീയ നേതൃത്വത്തോട് പറഞ്ഞത്. തുടർന്ന് ഈ 2 നേതാക്കളെ ജതൻ റാം മാഞ്ചിയുമായി ആദ്യ ദിവസം തന്നെ ചർച്ചകൾ നടത്തി. രാത്രി ഏറെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ചിരാഗ് പസ്വാനുമായി അമിത്ഷയും ഒപ്പം തന്നെ JP നദ്ദ അടക്കമുള്ള നേതാക്കൾ നേരിട്ട് സംസാരിച്ച് അദ്ദേഹത്തെയും സമവായത്തിൽ എത്തിച്ചത്. തുടർന്നാണ് ഇത്തരത്തിലൊരു സഖ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സർക്കാർ രൂപീകരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയത്. അപ്പോഴും നിതീഷിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം അതായത് ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗ് അടക്കമുള്ള ഒരു കൂട്ടർ ശക്തമായ എതിർപ്പ് BJPയോടൊപ്പം ചേരുന്നതിൽ ഉന്നയിച്ചിരുന്നു. പാർട്ടിയുടെ ആഭ്യന്തര യോഗങ്ങളിലടക്കം ഈ എതിർപ്പ് ശക്തമായിരുന്നു എന്നതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന് ഉറച്ചൊരു തീരുമാനമെടുക്കാൻ ആത്മവിശ്വാസം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് എന്നാൽ BJP തന്നെ മറ്റ് നിതീഷ് കുമാറുമായി നിരന്തരം ചർച്ച ചെയ്ത് ഈ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം ഉറപ്പു നൽകി. പകരമായി BJP മുന്നോട്ട് വെച്ച ഉപാധിയാണ് 2 ഉപമുഖ്യമന്ത്രി പദങ്ങൾ BJPക്ക് എന്നുള്ളത്. അതിൽ ഈ 2 മുഖ്യമന്ത്രി പദങ്ങൾക്ക് നിതീഷ് സമ്മതം അറിയിച്ചു. ഒന്ന്, മുൻ ഉപമുഖ്യമന്ത്രിയായ രേണു ദേവി തന്നെ ഉപമുഖ്യമന്ത്രിയാകും. എന്നാൽ രണ്ടാമത്തെ ഉപമുഖ്യമന്ത്രിയായി BJPയും താനും തമ്മിലുള്ള ആശയവിനിമയത്തിന് കൃത്യമായ ഒരു ആശയവിനിമയം നടക്കാത്തതിന്റെ ഒരു തടസ്സമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ 2020 സർക്കാർ തകരാനുണ്ടായ ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിച്ചത് BJP നേതൃത്വവുമായുള്ള ആശയവിനിമയത്തിലെ പ്രശ്നങ്ങളാണ്. സംസ്ഥാന BJP നേതാക്കളുമായി തനിക്ക് അത്ര നല്ല ബന്ധമല്ല എന്നും അതുകൊണ്ട് തന്നെ താനുമായി BJP നേതൃത്വത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള തനിക്ക് ഇടപഴകാൻ കഴിയുന്ന ഒരു നേതാവായ സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയായി വേണം എന്നൊരു ഉപാധി അദ്ദേഹം മുന്നോട്ട് വെച്ചു. അത് BJP ദേശീയ നേതൃത്വം അംഗീകരിക്കുകയാണ് എന്നാണ് ലഭ്യമായ വിവരം. കൂടാതെ 18 മന്ത്രിമാർ എന്നുള്ളതാണ് തീരുമാനം. ഒപ്പം തന്നെ സ്പീക്കർ പദവിയും BJPക്ക് നൽകാൻ തീരുമാനം ആയിരിക്കുന്നു. നേരത്തെ സ്പീക്കർ പദവിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ ഒന്നാം സർക്കാരിൽ ഏറെ നാൾ തർക്കങ്ങൾക്ക് വഴിവെച്ചത് കൂടി കണക്കാക്കിയാണ് ഇത്തവണ സ്പീക്കർ പദവി വേണമെന്ന നിലപാടിലേക്ക് BJP എത്തിയിരിക്കുന്നത്.
ഈ ഉപാധികൾ എല്ലാം പരസ്പരം അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിതീഷ് കുമാറിന്റെ രാജിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ ഉച്ച മുതൽ തന്നെ BJPയുടെ നേതൃയോഗങ്ങൾ, കോർ കമ്മിറ്റി യോഗവും അതിനുശേഷം ചേർന്ന 2 നേതൃയോഗങ്ങളിലും ഈ NDA സർക്കാർ രൂപീകരണം സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ തന്നെ നടന്നിരുന്നു. ഇതിൽ പാർട്ടിയുടെ അംഗങ്ങളിൽ നിന്നുള്ള സമ്മതപത്രം ഉൾപ്പെടെ ഇന്നലെ തന്നെ BJP എഴുതി വാങ്ങിയെങ്കിലും രാജിവെച്ച ശേഷം മാത്രമേ നിതീഷിന് അത് നൽകാൻ കഴിയൂ എന്ന നിലപാട് എടുക്കുകയായിരുന്നു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് പട്നയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്തയിലേക്ക് തന്നെ വരാം, ഇടവേളയ്ക്ക് ശേഷം.